വെൽക്കം ടു PSC പ്രാക്ടീസ്. അപ്പോൾ ഇന്ന് മലയാളം ഏത് രീതിയിലൂടെ പഠിച്ചെടുക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ഓൾറെഡി ഞാൻ ഏത് രീതിയിലൂടെ പഠിച്ചെടുക്കണം എന്ന് ഒരു വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു. ഇനി മലയാളത്തിൻ്റെ കാര്യം നോക്കാം. ആദ്യം ഞാൻ ചെയ്തത് LDCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ 2007, 2011, 2014, 2017 അങ്ങനെ LDC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോട്ടിൽ എഴുതി പഠിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ തുടങ്ങുന്ന കുട്ടികൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ആ സമയത്ത് കൂടുതലും ഗ്രാമർ പാർട്ടും അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അതായത് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഫോർ എക്സാമ്പിളിന് കോവിലൻ, VV അയ്യപ്പൻ, അതേപോലെ തന്നെ ജാതിഭേദമില്ലാത്ത നാമം, മേയനാമം, അങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 10ൽ 10 മാർക്ക് നമുക്ക് നേടാനുള്ള ഒരു എളുപ്പ വഴിയായിരുന്നു മലയാളം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് വൊക്കാബുലറി, അതായത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടത് നന്നായി പഠിച്ചാൽ മാത്രമേ മലയാളത്തിൽ നിന്ന് മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒന്ന് മെനക്കെട്ടാൽ 10ൽ 10 മാർക്കും നേടാവുന്ന ഒരു ഭാഗമാണ് മലയാളം. കാരണം നോക്കി നോക്കൂ, ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ഒരു ഭാഗം, ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ എത്ര പഠിച്ചാലാണ് ഒരു 5 മാർക്ക്, അതായത് ഒരു 10 മാർക്ക് നമുക്ക് കിട്ടുന്നത്. പക്ഷേ മലയാളത്തിന് കുറച്ച് ടോപ്പിക്സ് മാത്രം കവർ ചെയ്താൽ തന്നെ നമുക്ക് 10ൽ 10 മാർക്ക് നേടാവുന്ന ഒരു ഈസി സബ്ജക്റ്റ് കൂടിയാണ് മലയാളം. പക്ഷെ അത് അതിൻ്റെതായ ഗൗരവത്തോടെ കാണുകയും ചെയ്യണം. അപ്പം ഞാൻ ഓരോ ഭാഗങ്ങളും എങ്ങനെ പഠിച്ചെടുത്തെന്നാണ് പറയുന്നത്. ഇപ്പോൾ പദശുദ്ധി ആണെങ്കിൽ, അതായത് നമ്മൾ നോക്കി എഴുതി പഠിക്കുകയാണെങ്കിൽ, നമ്മൾ നോക്കിയിട്ട് എഴുതുമ്പോൾ നമ്മൾ ശരിയാക്കിയിട്ട് മാത്രമേ എഴുതുള്ളൂ. നമുക്ക് ഓർമ്മ കിട്ടുന്ന നല്ലൊരു ബോധ്യം ഉണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഞാൻ ചെയ്തത് ഒരാൾ പറഞ്ഞിട്ട് കേട്ടെഴുത്ത് പോലെ എഴുതി പഠിക്കുകയായിരിക്കും നല്ലത്. പക്ഷേ എനിക്കങ്ങനെ അങ്ങനെ നോക്കാനൊന്നും ഇല്ലാത്തതും ആരും ആ സമയത്ത് ഉണ്ടാവാത്തത് കൊണ്ട് എന്തു ചെയ്തു, ഞാൻ തന്നെ ഒരു ഓഡിയോ, അതായത് വോയിസ് റെക്കോർഡ് ചെയ്തു. അഖണ്ഡത, അംഗഛേദം, അഘാതം എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അന്നോ പിറ്റേ ദിവസമൊക്കെ ആ വോയിസ് റെക്കോർഡിങ് കേട്ടിട്ട് ഞാൻ തന്നെ എഴുതി നോക്കിയിട്ട് പിന്നെ റാങ്ക് ഫയൽ നോക്കുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ പൊട്ടത്തെറ്റ് എഴുതി വെച്ചിരുന്നു, മലയാളം തന്നെ നമ്മൾ എത്ര നന്നായി എഴുതി വെച്ചിരുന്നു എന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ സ്വയം വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഈ ടൈം കിട്ടുമ്പോൾ എഴുതി നോക്കിയാൽ പദശുദ്ധി അങ്ങനെ നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. കാരണം ഓപ്ഷൻസിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് പഠിച്ച ഒരു ഓർമ്മ ഉണ്ടാകും. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. കാരണം അത് എങ്ങനെ പഠിച്ചെടുത്തു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പര്യായം എന്ന് പറയുന്നത് ഒരു ദിവസം എടുത്താലും ഈ ഒരു പേജ് എനിക്ക് പഠിക്കാൻ പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. ഫസ്റ്റ് പഠിച്ചാൽ ലാസ്റ്റ് ഇവിടെ എത്തുമ്പോഴേക്കും ഫസ്റ്റ് പഠിച്ചത് മറന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരുമാതിരി ഇഷ്ടമില്ലാത്ത ഒരു ഭാഗമാണ് പര്യായം. പക്ഷെ അതിൻ്റെ ഏത് മൂലയിൽ നിന്ന് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും എന്നും അറിയാത്തൊരു ഭാഗമായിരുന്നു പര്യായം. അപ്പം ഞാനതെങ്ങനെ പഠിച്ചെടുത്തെന്ന് വെച്ചാൽ, ഒറ്റ ദിവസം ഇരുന്നിട്ട് ഇത് മൊത്തം ഇരുന്ന് അല്ല ഞാൻ പഠിച്ചത്. എന്ത് ചെയ്തു, ഈ പര്യായത്തിൻ്റെ ഓരോ ദിവസം 5 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം ഇരുന്ന് പഠിക്കും. എന്നിട്ട് ആ ഒരു ദിവസം ആ ഒരു 10 എണ്ണം നല്ല വെള്ളം പോലെ പഠിക്കും. എന്നിട്ട് അത് നോക്കില്ല, വേറൊരു ഭാഗം എടുക്കും. ഒരു വിപരീത പദവും അല്ലെങ്കിൽ ശൈലികൾ ഒരു 10 എണ്ണം പഠിക്കും. അതേപോലെ തന്നെ വിപരീതം ഒരു 10 എണ്ണം പഠിക്കും. അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് ഒരു 10 എണ്ണം ഒരു ദിവസം പഠിക്കും. അങ്ങനെ മലയാളം ശരിക്കും ഇരുന്ന് ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ടിരുന്ന് പഠിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ഓരോ ദിവസം ഓരോ പേജോ അല്ലെങ്കിൽ ഒരു ഭാഗമോ ആയിട്ട് കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മലയാളം പാർട്ടുകളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ശൈലികളൊക്കെ നമുക്ക് വിചാരിക്കും ഈസിയാണ്, അത് പറഞ്ഞിങ്ങനെ പഠിച്ച് പോകുമ്പോൾ വളരെയധികം ഈസിയായി നമുക്ക് തോന്നും. പക്ഷേ ഓപ്ഷൻസ് ആയിട്ട് വരുമ്പോൾ ഒരേപോലുള്ള ശൈലികളൊക്കെ ഓപ്ഷൻസിൽ വരുമ്പോൾ നമുക്ക് നല്ല കൺഫ്യൂഷനായിട്ട് വരും. അപ്പോൾ കുറച്ച് ഭാഗങ്ങളായിട്ട് മാത്രം പഠിച്ചു പോവുക. ഇനി മറ്റൊരു സംഭവമാണ് നമ്മുടെ വിപരീത പദം. നമ്മൾ ഇങ്ങനെ കൈപൊത്തി ഇങ്ങനെ പഠിച്ചെടുക്കും. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം, ഈ സൈഡ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, ഈ ഭാഗത്തെ ആയിരിക്കും നമുക്ക് എഴുതേണ്ടി വരിക. പക്ഷെ അത് നമുക്ക് വളരെയധികം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എന്നെ സംബന്ധിച്ച് അത് വളരെ കൺഫ്യൂഷൻ. നമ്മൾ ഒരേ ഭാഗം തന്നെ പഠിച്ചു പോയിട്ട് ഇവിടെ ചോദിച്ചാൽ ഇവിടെ കിട്ടും,
എപ്പോഴും കിട്ടും. പക്ഷേ ഇവിടെ ചോദിച്ച് ഇവിടെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടി പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി. കാരണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിലൂടെ ആണ് എനിക്കത് മനസ്സിലായത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കുമ്പോൾ ഇവിടെ എഴുതാൻ കിട്ടാറില്ല. അപ്പം നമ്മൾ 2 രീതിയിലും നന്നായിട്ട് വെള്ളം പോലെ പഠിച്ചെടുക്കാം. ഒരു ദിവസം ഇരുന്നിട്ട് മൊത്തം ഇരുന്ന് പഠിക്കരുത്. മലയാളം ഒരു ദിവസം ഇരുന്നിട്ട് ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് പഠിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് എങ്ങനെയാണ്, ഒരു ദിവസം ഒരു പേജ് അല്ലെങ്കിൽ 10 എണ്ണം 5 എണ്ണം വെച്ചിട്ട് പഠിക്കണം. അത് പര്യായമൊക്കെ ഒരു 5 എണ്ണം വെച്ച് പഠിക്കുകയായിരിക്കും നല്ലത്. ബാക്കിയെല്ലാം തന്നെ ഒരു പേജ് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നും കിട്ടണം, ഇവിടെ നിന്ന് ചോദിച്ചാൽ ഇവിടെയും കിട്ടണം, ഇവിടെയും കിട്ടണം. അങ്ങനെ 2 രീതിയിലും പഠിച്ചെടുക്കുന്നതാണ് മലയാളം ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ഞാൻ ചെയ്തത് ഫസ്റ്റ് പഠിച്ച റാങ്ക് ഫയലിൽ ഇങ്ങനെ ഒരു ശ്ലോകം പോലെ എന്താ ഇത് ചോദിച്ചിട്ട്, അതായത് ആരാ എഴുതിയെന്നത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഏതെങ്കിലും നോക്കി എഴുതുകയായിരിക്കും നല്ലത്. അതായത് കിട്ടാത്ത ഭാഗം ഇതൊക്കെ ആ സമയത്ത് ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. ഫസ്റ്റ് ലെക്ചർ റാങ്ക് ഫയൽ ഇല്ലാത്ത സമയത്ത് ഇത് ലെക്ചർ ഈ ഒരു PDF കിട്ടിയപ്പോൾ ഞാൻ ഇരുന്ന് എഴുതിയതാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ ലെക്ചറുടെ റാങ്ക് ഫയൽ കിട്ടിയപ്പോൾ ഇതൊക്കെ അതിലുണ്ടായിരുന്നു. ഫസ്റ്റ് വേറൊരു ബുക്കായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കയ്യിലിപ്പം എൻ്റെ കയ്യിലിപ്പോൾ ലെക്ചർ ഉണ്ട്. ഇനി വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ആയിട്ട് വേറെ വല്ല പോയിന്റ്സ് ആയിട്ടൊക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്കത് അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകളും അതായത് PDF-കളും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി പഠിക്കുക കേട്ടോ. SCRT ബേസ് ചെയ്തിട്ടുള്ള ഘടകപദം അതൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഘടകപദം എന്ന് പറയുന്നത് ഇത് SCRT ബേസ് ചെയ്തിട്ടുള്ള ഘടകപദമായിരുന്നു. അത് ആ സമയത്ത് റാങ്ക് ഫയലിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കി എഴുതി. അപ്പോൾ ഫസ്റ്റ് ഒരു തുടക്കക്കാരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ഭാഗങ്ങളായിട്ട് ഒരു കുഞ്ഞു ഇതായിട്ട് പഠിച്ചെടുക്കുക. അതായിരിക്കും മലയാളത്തിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ വീഡിയോ ക്ലാസ്സുകളൊക്കെ നോക്കി പഠിക്കുക. മലയാളം ഈസി ആയിട്ട് കുറച്ച് പേജുകൾ പഠിച്ചാൽ തന്നെ ഫുൾ മാർക്ക് നേടിയെടുക്കാവുന്ന ഒന്നാണ് മലയാളം. അപ്പോൾ അത് അതിൻ്റേത് ഗൗരവത്തോടു കൂടി നന്നായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു.